പണ്ടൊക്കെ നമ്മൾ ചിക്കൻ കഴിക്കണമെങ്കിൽ ഒന്നില്ല വീട്ടിൽ വിരുന്നാർ വരണം, അതല്ലെങ്കിൽ വർഷത്തിലൊരിക്കലും നമ്മൾ നേർച്ച കൊടുക്കില്ല, മുത്തപ്പന് കൊടുക്കുക, നേർച്ച കൊടുക്കുക എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് അച്ഛൻ്റെ കുട്ടിക്കാലത്ത് ചിക്കൻ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എന്നും ചിക്കനൊന്നുമില്ല. ഇപ്പം എല്ലാ ദിവസവും ചിക്കനാണ്. ചിക്കൻ ഇല്ലാണ്ട് ഇവിടെ ഒരാൾക്ക് ഭക്ഷണം അങ്ങോട്ട് ഇറങ്ങൂല. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ, അല്ലേ? എല്ലാ കുട്ടികളും അങ്ങനെയാണോ എന്നറിയില്ല കേട്ടോ. ഈ പണ്ടത്തെ കാലത്ത് പിന്നെ ഇതേപോലെ ചിക്കന് വേണ്ടി കാത്തിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ എന്താ ആദി? ഫുൾ ചിക്കൻ. അതെ, ഞങ്ങൾ ഇന്ന് ഫുൾ ചിക്കൻ ഉണ്ടാക്കാൻ പോയാണ്. ചിക്കൻ കാണിച്ചു കൊടുക്ക്. ഓക്കെ, അപ്പൊ ഇതാ ഫുൾ ചിക്കൻ കേട്ടോ. ഒരു കിലോന്റെ ചിക്കൻ ആണ് ഇത്. ഇങ്ങനെ ചിക്കനായി വന്നപ്പോൾ 1 കിലോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തുടങ്ങുകയാണ് ഫുൾ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സവോള, തക്കാളി, മല്ലിച്ചെപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല നന്നായിട്ട് അരച്ച് കുറച്ച് തൈര് അരച്ചിട്ട് ഇതിൽ തേച്ച് മാഗ്നേറ്റ് ചെയ്തിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച്. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച്. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ് കേട്ടോ. കുക്കറിലാണ് ഇന്നത്തെ ഫുൾ ചിക്കൻ ഉണ്ടാക്കുന്നത്. കുക്കർ ഫുൾ ചിക്കൻ. അപ്പൊ എന്താവുന്നുള്ളത് നോക്കാം. പിന്നെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് നിന്നാണ് ഞങ്ങള് പിന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഇന്ന് അടുക്കളയൊക്കെ മാറ്റി കിച്ചണിൽ മാറ്റിയിട്ട് കിച്ചന്റെ മുകളിൽ കയറി. അമ്മേ, അച്ഛന്റെ കാലത്തൊക്കെ ഇങ്ങനെ ചിക്കൻ എപ്പോഴെങ്കിലും ഒക്കെ അല്ലേ കിട്ടാന്ന് പറയാ. ഇപ്പൊ മനസ്സിലായില്ലേ നമ്മളെ കാലം നല്ലേ? അതന്നെ, അപ്പൊ ചിക്കൻ കുക്കറിലിട്ട് അടച്ചിട്ടുണ്ട്. ഇനി എത്ര വിസിലടിക്കണം അമ്മേ? 2 വിസിലടിക്കട്ടെ. അതിട്ടാ മസാല ഒക്കെ തേച്ച് സംഭവം കുക്കറിലിട്ട്. എനിക്ക് മനസ്സിലാകാത്തത് ഈ കാപ്സിക്കം, തക്കാളി ഇതൊക്കെ എന്തിനാ അവിടെ അരിഞ്ഞു വെച്ച്? ഈ പട്ടൊക്കെ മസാല ഉണ്ടാക്കണം. വിസിലടിച്ചു കഴിഞ്ഞിട്ട് വേറെ പണിയുണ്ട്. അത് ശരി. അപ്പൊ ഇത് ഇപ്പൊ തിന്നാനാവൂല. അതായത് ഇത് കുക്കറിലൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇനി വേറെ മസാല ഉണ്ടാക്കണം. കഴിക്കണമെങ്കിൽ കുറച്ചും കൂടി സമയം പിടിക്കും അല്ലേ? ഏകദേശം എത്ര സമയം വരും? ഏകദേശം 2 വിസിലടിക്കണം. ഓക്കെ, ആദ്യം ഹോട്ടലിൽ പോയി കഴിക്കേണ്ടി വരുമോ? ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും അങ്ങനെ സാധനം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിസിലടിക്കണം, 2 വിസിലല്ലേ? 2 വിസിലടിക്കണം. ഇതുവരെ വിസിലൊന്നും അടിച്ചിട്ടില്ല. ഏതാനും നിമിഷങ്ങൾക്കകം വിസിലടിക്കുമ്പോ എന്ന പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ നിൽക്കാലാതി. ഓക്കെ, അല്ലമ്മേ, താഴത്തൊരു വിസിലുണ്ട്. അത് വന്നിട്ട് 2 അടി വെച്ചാ മതിയോ? നിന്റെ കൊടയിലല്ലേ? അടിഞ്ഞില്ലല്ലോ മോനെ വിസില്. അതാ വിസിലിപ്പോ വരും. വിരുന്നാര് വന്നിട്ടേ കോഴിനെ പിടിച്ചൊരു കഥ പറഞ്ഞുതരാം. അത് കോഴിക്ക് ഞങ്ങൾ അരി ഇങ്ങനെ ഇട്ട് കൊടുത്ത്, അരി ഇട്ട് കൊടുത്തിട്ട് കോഴി വന്ന്. പക്ഷെ അതിൽ നല്ലൊരു പൂങ്കോഴി ഉണ്ട്, അതിനാണ് പിടിക്കേണ്ടത്. അപ്പൊ കോഴീനെ പിടിക്കാൻ കിട്ടില്ല. എന്ത് ചെയ്തിട്ട് അങ്ങനെ എന്ത് ചെയ്ത് കോഴിനെ ഓടിച്ച് പിന്നെ കോഴി അവിടെ റബ്ബർ തോട്ടാ. ആ റബ്ബർ തോട്ടം ഫുള്ള് കോഴി ഓടി, കോഴിനെ കിട്ടുന്നില്ല. ലാസ്റ്റ് എന്ത് ചെയ്യുന്ന അറിയോ? ഒരു കല്ലെടുത്ത് ഒരു ഒറ്റ ഏറാൻ കൊടുത്തു. കോഴി അവിടെ വീണ്. എന്നിട്ട് ചത്തിട്ടില്ലായിരുന്നു. പിന്നെ വീട്ടിൽ കൊണ്ടുപോയി അറുത്ത് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. അന്ന് കോഴിക്ക് ഭയങ്കര ഉറപ്പ്. അപ്പോഴത്തെ കോഴിന്റെ ഒരു സോഫ്റ്റ് ഉണ്ടാവൂല, നാടൻ കോഴിയല്ലേ, ഭയങ്കര ഉറപ്പായിരിക്കും. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഭിത്തിന്റെ സൈഡിലിരിക്കും. എന്നിട്ട് കാലിങ്ങനെ കടിച്ച് ഇങ്ങനെ വലിക്കുമ്പോ തല പോയിട്ട് ഭിത്തിക്കടിക്കും. അല്ല, ഇതൊക്കെ ഉള്ള ഒരു തള്ളുമല്ലോ. ഇതൊക്കെ ഉള്ള ഇത് ഇങ്ങനെ അനുഭവമുള്ള കുറെ ആൾക്കാരുണ്ടോ പണ്ട് കോഴി കഴിച്ച? അതായത് പണ്ടത്തെ കേട്ടോ, ഇപ്പോഴുള്ളതല്ല. 5 വയസ്സല്ല, എനിക്ക് ഏകദേശം ഒരു 10-12 വയസ്സുണ്ടാവും. ആ സമയത്തുള്ള കഥയാണ് പറയണത്. അപ്പൊ അന്നത്തെ കോഴിക്കൊക്കെ ഭയങ്കര നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ ഒരു കഷ്ണം കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോഴത്തെ ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിക്കുമ്പോഴേ നമ്മൾ മടുത്തു പോകും. പക്ഷെ അന്ന് അങ്ങനെ ഇല്ല. നിങ്ങൾ കുറുക്കന്മാരല്ല, നിങ്ങൾ മടുക്കൂല. നിങ്ങൾ എത്ര അപ്പൊ നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഒരു വിസിൽ അവിടെ അടിച്ചു കേട്ടോ. ചിക്കനൊക്കെ അങ്ങനെ മസാല ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട്. അതെ, നമ്മള് മസാല ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ ഇതാ വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മതി കേട്ടോ. എല്ലാം ഓക്കെയാണ്, മസാലയൊക്കെ പെർഫെക്റ്റ് ആണ്. ഇനി ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്നുള്ളത് അറിഞ്ഞാൽ മതി. അപ്പൊ നമ്മളെ ഫുൾ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വെച്ചോളൂ. ഓ അടിപൊളി. അതി ഫസ്റ്റ് ഉദ്ഘാടനം ഞാൻ കഴിക്കണോ നീ കഴിക്കണോ? ഞാൻ കഴിച്ചോളാം. നീ കഴിക്കുന്ന? ഓക്കെ, അപ്പൊ ഞാൻ എടുത്തു തരാം. പോർക്കൊക്കെ ഉണ്ട്, വലിയ ആൾക്കാരാ. ഒരു കഷ്ണം ഞാൻ ഇതിന്ന് എടുക്കട്ടെ. ലെഗ് പീസ് തൊടരുത്. ലെഗ് പീസ് തൊടില്ല. ആദ്യം കഴിച്ചു നോക്ക് കേട്ടോ.
നല്ല ടേസ്റ്റ് ഉണ്ട്. ഏ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാ എടാ. ടേസ്റ്റ് ചെയ്തോക്കട്ടെ. അമ്മ ഉണ്ടാക്കുന്നു പറയില്ല, ഇത് ഗംഭീരം. സൂപ്പറാ, അടിപൊളിയാ അല്ലേ? ആരാണ് കാല് പിടിച്ചത്? അപ്പൊ ഞങ്ങൾ ഫുൾ ചിക്കൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.